ശ്രീജിത്ത് പണിക്കർ, ഇതൊന്നും മുഖ്യമന്ത്രി പറയാത്തിടത്തോളം കാലം ഇതിങ്ങനെ എയറിൽ അഭ്യൂഹങ്ങൾ എന്ന രീതിയിൽ നിൽക്കുകയാണല്ലോ. ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു മുൻ അനുഭവമില്ല. ഈ ഒരു ഭരണപക്ഷ MLA തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിനു നേരെ, ആഭ്യന്തര വകുപ്പിനു നേരെ ഉന്നയിക്കുന്നു. പക്ഷേ ആ MLA തള്ളിപ്പറയാൻ ആരും തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നത് പോകട്ടെ, ആരും തയ്യാറാകുന്നില്ല. LDF കൺവീനർ അൻവറിനെ തള്ളിപ്പറയുന്നില്ല. ഇന്ന് മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചപ്പോഴും ഗൗരവമുള്ള ആരോപണങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട ആളുകളാകട്ടെ മൗനം പാലിക്കുകയുമാണ്. പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും നോക്കൂ, LDF കൺവീനർ അടക്കം ഈ വിഷയത്തിൽ പറയുന്നത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്നാണ്. അപ്പോൾ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ചില ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നാൽ എന്ത് തരത്തിലുള്ള സമീപനമാണ് അതിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഒരു ഭാഗത്ത് വെറുതെ നാക്കുകൊണ്ട് ഇതെല്ലാം തന്നെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ തീരെ ഗൗരവമില്ലാത്ത രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു കേസ് ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത്? അത് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ആകുമ്പോൾ ഈ രീതിയിലത്തേക്കുള്ള ഒരു സമീപനമാണോ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇനി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞിരിക്കുന്നത് ഇത് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് എന്നാണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ ആരോപണം ഉന്നയിക്കുന്ന MLA സർക്കാരിന് വിശ്വാസമില്ല എന്നാണ്. എന്നാൽ ആ നിലയ്ക്കുമുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെരുമാറ്റം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. മഞ്ജുഷ്, വളരെ പ്രധാനമായിട്ടുള്ള ഒരു നിയമ തത്വമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചർച്ചകളിലൊക്കെ പറയുന്നതാണ്. അതായത് നീതി എന്നത് വെറുതെ നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടാവുക കൂടി വേണം എന്ന്. ഈ വിഷയത്തിൽ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് സർക്കാർ പറയുകയും അതിന് യോജിക്കുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്നും പൊതുജനം ആലോചിക്കുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ വലിയ ഡിസ്പാരിറ്റിയാണ്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എല്ലാവരും പറയുന്നത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്ന്. എന്നിട്ടോ നേരിട്ട് ആർക്കും അൻവറിനെ തള്ളാനും വയ്യ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ തള്ളാൻ വയ്യ, അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ തള്ളാൻ വയ്യ എന്ന രീതിയിലത്തേക്കുള്ള ഒരു തൃശങ്കുവിലാണ് ഇവരെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. ശ്രീ ജയരാജ് ഈ ചർച്ചയിൽ പറയുന്നു, നോക്കൂ എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ജയരാജിനെ പോലെ ഒരാൾ ശ്രീ അൻവറിന്റെ പഴയ ആരോപണങ്ങളിലേക്കൊക്കെ പോവുകയും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണമൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിലും അൻവറിനെ തള്ളുന്നതിന് ശ്രീ ജയരാജ് കാണിക്കുന്ന തൻ്റെയിടം പോലും CPM-ലുള്ള ഒരു നേതാവും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ട് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടോ? അത് മാത്രമല്ല, അൻവറിനെ തള്ളി പറയണമെങ്കിൽ ഇന്ന് അൻവർ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരുന്നു. ഈ മുഖ്യമന്ത്രി പദവി എന്നുള്ളത് വീട്ടിൽ നിന്ന് വന്ന് നേടിയതല്ല, പാർട്ടി കൊടുത്തതാണ് എന്ന് വരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണിത്. അപ്പോഴും പാർട്ടി നേതാക്കൾക്കൊന്നും പറയുവാൻ കഴിയുന്നില്ല അവിടെ. ശ്രീജിത്ത് പണിക്കർ, നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. പിണറായി വിജയനെതിരെ ഒരു വാക്കുരിയാടിയാൽ എന്തായിരുന്നു നേതാക്കളുടെ അടുത്ത നിമിഷത്തിലെ പ്രതികരണം? തീർച്ചയായിട്ടും ഇത് പഴയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു രീതിയുണ്ട്. ദൈവമേ ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരണേ, ആ മനുഷ്യനെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതേപോലെ തന്നെ ശ്രീ അൻവർ ഇവിടെ പറയുകയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പിതൃതുല്യനാണ്, അതാണ് ഇതാണ്. പക്ഷെ അദ്ദേഹം ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് എന്ന് പാർട്ടിക്കാർക്ക് മാത്രമല്ല പൊതുജനത്തിനും തോന്നുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളാണ് നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ശ്രീ ജയരാജ് തന്നെ ഇപ്പൊ പറയുന്നത് കേട്ടു, പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന്. എന്തുകൊണ്ട് കഴിയില്ല? ഇവിടെ ലോ ആൻഡ് ഓർഡർ നോക്കാൻ കഴിയുന്ന ഒരേ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, ആ സീനിയോറിറ്റി ലെവലുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ശ്രീ അജിത് കുമാറാണോ? അതോ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചുമതലയുള്ള അല്ലെങ്കിൽ അതിന് പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള മറ്റ് IPS ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്? നോക്കൂ, ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ലാഫബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിസ്പെൻസിബിൾ അല്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആയേക്കാം. ശ്രീ P ശശി എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരു IPS ഉദ്യോഗസ്ഥനോ ഒരു IAS ഉദ്യോഗസ്ഥനോ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളല്ല. തന്നെയുമല്ല, അദ്ദേഹം ഏത് ചുമതലയിലാണോ ഇരിക്കുന്നത് ആ ചുമതലയിൽ അദ്ദേഹം എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റികളാണോ തടയേണ്ടത് ആ ക്രിമിനൽ ആക്ടിവിറ്റികൾ അദ്ദേഹം തടയുന്നില്ല എന്ന് മാത്രമല്ല അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്, സ്വയം നടത്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ഭരണപക്ഷ MLA ആണ് ഇക്കാര്യം പറയുന്നതെന്നും. പക്ഷെ അവിടെ ഒരു തിരിച്ചറിവ് ഈ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, ഇത് വരുന്നത് തന്റെ വകുപ്പിന് നേരെയാണെന്ന്.
അപ്പോൾ ഈ നടപടിയെടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് സമ്മതിക്കൽ പോലെയാകുമല്ലോ. ഇത്രയും നാൾ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ? ഇത്രയും വലിയ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ബ്രീഫിംഗ് ഉള്ളതാണല്ലോ മുഖ്യമന്ത്രിക്കെന്ന്. ആദ്യ ദിവസങ്ങളിൽ മറ്റൊരു അഭ്യൂഹം പരന്നിരുന്നു, ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ അൻവർ ചെയ്യുന്നതാണ് എന്ന്. പക്ഷേ ആ ഒരു പോസിബിലിറ്റിയെ നമുക്കിപ്പോൾ തള്ളിക്കളയാമല്ലോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒന്നുകൂടിയാണ്. അതിൽ പാർട്ടിയിലെ ഒരു വിഭാഗവും ഉണ്ട്. ആ രണ്ടാമത്തെ പോസിബിലിറ്റി ആയിട്ട് ആദ്യ ദിവസങ്ങളിൽ ഇത് പറഞ്ഞു വന്നിരുന്നു. ഇപ്പോൾ അതിന് ബലം കൂടുകയല്ലേ? കാരണം അൻവർ കൂടുതലായിട്ടും പാർട്ടിയെ വിശ്വസിക്കുകയാണ് ഇവിടെ. തീർച്ചയായും നോക്കൂ, ഇതിൽ ഒരു ഇപ്പം മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് നീതിപൂർവകമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് സ്വന്തം ബോധ്യമാണോ ഉണ്ടാകേണ്ടത്, അതോ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊരു അഡ്മിഷനാണല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് അത് പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടി പെട്ടെന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണോ? ഞാൻ പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് ശ്രീ അജിത് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അതിൽ അദ്ദേഹം ആളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നതുവരെയും സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും തന്നെ സഹായകമായിട്ട് നിന്നിട്ടുണ്ട്, ഇവരൊരു കാർട്ടൽ പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് സർക്കാർ അങ്ങനെയുള്ള ആരോപണം ഉണ്ടാകുന്ന ഒരാളിനെ സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നില്ല എങ്കിൽ ഈ നാറ്റം ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുകയാണ്. ഞാൻ പറയുന്നത് ആരോപണം ഉന്നയിച്ച് ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ സർക്കാരിനുണ്ടാകുന്ന ഒരു ഡാമേജ് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അതുപോലെയല്ല ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നിർബന്ധിതമായിട്ട് അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നാൽ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇവിടെ ഒരു ബ്രൗണി പോയിന്റുകളും CPM-ന് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു. ഇനി മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം വെച്ച് നോക്കിയാൽ നോക്കൂ, മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു IAS ഉദ്യോഗസ്ഥനെ ശ്രീ M ശിവശങ്കർ, അദ്ദേഹത്തിനെ സർക്കാരിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് CPI-യുടെ പാർട്ടി ഓഫീസിലേക്ക് വിട്ട ചരിത്രമുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു IPS ഉദ്യോഗസ്ഥനെ മറ്റ് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിടാം. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ അദ്ദേഹം ഡിനൈ ചെയ്യുക, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുക, തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം വെല്ലുവിളിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. ശരിയാണ്. ഡോക്ടർ ബി ജയരാജ്, മുഖ്യമന്ത്രി മാളത്തിൽ